ഫെബ്രുവരി തുടങ്ങിക്കഴിഞ്ഞാൽ വാലന്റൈൻസ് ഡേ ആയി, പ്രപ്പോസ് ഡേ ആയി, റോസസ് ഡേ ആയി, മൊത്തത്തിൽ ചെലവോട് ചെലവാണ്. കാശ് ചെലവാക്കാൻ വരട്ടെ, ഇതാ ഈ രണ്ട് ചിക്കൻ കാൽ മതിയെന്ന് ഒരാൾ ഇംപ്രസ് ചെയ്യിക്കാനായിട്ട്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് കഷ്ണങ്ങളാക്കി 2 സവോളയും 1 തക്കാളിയും 2 കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 4 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ വീതം പെരിഞ്ചീരകവും കുരുമുളകും ചേർത്ത് ഈ 2 പട്ട, ഗ്രാമ്പൂ, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് നല്ലപോലെ നരച്ചെടുക്കാം. പാനിലേക്ക് എണ്ണയൊഴിച്ച് അരച്ചു വെച്ച പേസ്റ്റും ചേർത്ത് മിക്സിയുടെ ജാറ് കഴുകി 1 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത് ഇതൊന്ന് ചെറുതായി തിളച്ച് വരുമ്പോൾ കഴുകി വൃത്തിയാക്കി വരഞ്ഞു വെച്ച ചിക്കൻ്റെ പീസസും ചേർത്ത് ഗ്രേവിയിലേക്ക് ഈ പീസ് നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്ത് മൂടി വെച്ചൊരു 10 മിനിറ്റ് കുക്ക് ചെയ്ത് ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് തിരിച്ചിട്ട് കൊടുത്ത് തുറന്ന് വെച്ച് ഗ്രേവിയൊക്കെ ഡ്രൈ ആക്കി നല്ലപോലെ മൊരിച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന ഈ ഒരു പരുവത്തിൽ തീ ഓഫ് ചെയ്യാം. ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലെ ചിക്കൻ്റെ പീസസ് എടുത്ത് വെച്ച് മുകളിലായി നമ്മുടെ ഗ്രേവിയും ഒഴിച്ച് ഇനി കുറച്ച് ബട്ടറും മേലെ വെച്ച് കൊടുത്ത് മല്ലിയിലയും ഇട്ട് കൊടുത്ത് ഇംപ്രസ് ചെയ്യേണ്ട ആളുടെ മുന്നിലേക്ക് ഇതുപോലെ കൊണ്ടുപോയി വെച്ച് ഒരു പൊറോട്ടയോ ചപ്പാത്തിയോ അപ്പോ ഒക്കെ കൊണ്ട് ഇങ്ങനെ അതിന്ന് ഈ ഗ്രേവിയും ചിക്കൻ്റെ പീസസൊക്കെ ഇതുപോലെ പിച്ചിയെടുത്ത് കഴിച്ചാലുണ്ടല്ലോ എപ്പോൾ ഇംപ്രസ്ഡ് ആയെന്ന് ചോദിക്കണ്ട. അപ്പോൾ എങ്ങനെയാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയല്ലേ. അപ്പോൾ ഇതേപോലെയുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിനെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.